നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തൻ്റെ അത്ലറ്റിക്കോ മാഡ്രിഡ് കോച്ച് എന്ന നിലയിലെ കരിയറിലെ 9ാമത്തെ കിരീടം തേടിയിറങ്ങിയ ഡിയേഗോ സിമിയോണിക്ക് അതിന് സാധിച്ചില്ല. തൻ്റെ 10 വർഷത്തെ അത്ലറ്റിക്കോ മാഡ്രിഡ് കരിയറിൽ ഒരൊറ്റ ഡൊമസ്റ്റിക് കിരീടം പോലും നേടാൻ ആന്റോയിൻ ഗ്രീസ്മാനും കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ UCLലും ബാക്കിയുണ്ട്. എന്നാൽ പോലും നിരാശനാണ് ആന്റോയിൻ ഗ്രീസ്മാൻ. വിജയത്തിന് തൊട്ടരികിൽ കിരീടം നഷ്ടപ്പെടുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിന്. ആരെങ്കിലും കരുതിയതാണോ? എത്ര മനോഹരമായ ഗോളാണ് ഹുലിൻ അൽവാരസ് അടിച്ചത്. അതേ അൽവാരസ് തന്നെ ഷൂട്ട് ഔട്ടിൽ പെനാൽറ്റി മിസ് ചെയ്യുന്നു, സോർലോത്ത് മിസ് ചെയ്യുന്നു. ആദ്യത്തെ 2 പെനാൽറ്റികൾ അങ്ങനെ നഷ്ടമായതോടുകൂടി അതിൽ നിന്നൊരു തിരിച്ചുവരവ് അത്ലറ്റിക്കോ മാഡ്രിഡിന് ഉണ്ടായില്ല. അവർ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ 3-4 റയൽ സോസിഡാഡിനോട് കോപ്പ ഡെൽ റേയുടെ ഫൈനലിൽ പൊട്ടിയിരിക്കുന്നത്. 90 മിനിറ്റ് കഴിയുമ്പോൾ മത്സരം 2-2 സമനിലയായിരുന്നു. പിന്നീട് കളി പുരോഗമിച്ചു. അതിലും സമനില വന്നതോടുകൂടി ഷൂട്ട് ഔട്ടിലൂടെ കളി തീരുമാനിക്കുകയായിരുന്നു. 3-4 ഷൂട്ട് ഔട്ട് തോറ്റ് അത്ലറ്റിക്കോ മാഡ്രിഡിന് കിരീടം നഷ്ടമായിരിക്കുന്നു. റയൽ സോസിഡാഡ് ഇതാ കിരീടത്തിലേക്ക് പോയിരിക്കുന്നു. മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആന്റോയിൻ ഗ്രീസ്മാനും ലൂക്മാനും ഹുലിൻ ആൽവാരസും ജിയോവാനി സിമിയോണിയും ഒക്കെ ഒരുമിച്ച് അണിനിരന്നപ്പോൾ മറുഭാഗത്ത് ഒയർസബാളിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് റയൽ സോസിഡാഡ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ ബാരൻഡെക്സയിലൂടെ റിയൽ സോസിഡാഡ് ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു. എന്നാൽ ലുക്മാൻ്റെ ഗോളിലൂടെ 19ാമത്തെ മിനിറ്റിൽ ഒപ്പം പിടിച്ചു അത്ലറ്റിക്കോ മാഡ്രിഡ്. പക്ഷേ ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിൽ ഒയർസബാളിൻ്റെ ഗോളിലൂടെ റയൽ സോസിഡാഡ് ലീഡ് തിരികെ പിടിച്ചു. അവസാന ഘട്ടത്തിലാണ് 83ാമത്തെ മിനിറ്റിലാണ് ഹുലിൻ ആൽവാരസിൻ്റെ മാന്ത്രിക ഗോൾ. അതിൻ്റെ ഒരു ഫിനിഷിങ്, പെനാൽറ്റി ബോക്സിൻ്റെ എഡ്ജിൽ വെച്ച് തൊടുത്ത ഷോട്ട് വലയിലേക്ക് കയറുന്നത് കാണാൻ തന്നെ എന്തൊരു ചന്തമായിരുന്നു. മത്സരം 2-2 സമനിലയിൽ 90 മിനിറ്റ് കഴിയുമ്പോൾ പിന്നിട്ടത് കൊണ്ട് എക്സ്ട്രാ ടൈമിലേക്ക് പോയി. അവിടെയും 2-2 സമനില തന്നെ തുടർന്നപ്പോഴാണ് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് പോയത്. ആദ്യ ഷോട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് എടുത്ത സോർലോത്തിന് പിഴച്ചു, പിന്നാലെ ഹുലിൻ അൽവാരസിനും പിഴച്ചു. പിന്നെ തിരികെ പിടിക്കാൻ കഴിഞ്ഞില്ല അത്ലറ്റിക്കോ മാഡ്രിഡിന്. 3-4 ഷൂട്ട് ഔട്ട് വിജയിച്ചുകൊണ്ട് റയൽ സോസിഡാഡ് കോപ്പ ഡെൽ റേയിൽ മുത്തമിട്ടു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.